കാർഷിക മേഖലയ്ക്ക് മുൻഗണന നൽകി അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ് 2025-26 വർഷത്തെ വാർഷിക ബഡ്ജറ്റ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വൈസ് പ്രസിഡന്റുമായ ടി പ്രസന്ന അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.പി. ലോഹിതാക്ഷൻ ആമുഖ പ്രഭാഷണം നടത്തി. സംസ്ഥാന സർക്കാരിന്റെ വിശപ്പ് രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായുള്ള ജനകീയ ഹോട്ടൽ നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. തനത് വരുമാനം കുറവായ നമ്മുടെ പഞ്ചായത്തിന് സംസ്ഥാന കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഗ്രാന്റുകളും പ്ലാൻ ഫണ്ടുകളും ഉൾപ്പെടുത്തി മാത്രമേ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. തനത് ഫണ്ടുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ മാത്രമേ പഞ്ചായത്തിന്റെ സാമ്പത്തിക ഭദ്രത നമുക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ഭരണച്ചെലവുകൾ ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതനുസരിച്ചുള്ള തനത് ഫണ്ട് വർധനവ് നമുക്ക് നടപ്പിൽ വരുത്താൻ സാധിക്കണം. 1,21,13,910 രൂപ പ്രാരംഭ ബാക്കിയും 21,19,65,790 രൂപ വരവും ഉൾപ്പെടെ 22,40,79,700 രൂപ അവിടെ വരവും 21,62,83,548 രൂപ ചെലവും 72,71,724 രൂപ മിച്ചവും ഉള്ളതാണ് ബജറ്റ്. കാർഷിക മേഖലക്കാണ് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുള്ളത്. ഉൽപാദന മേഖലയ്ക്കും പശ്ചാത്തല സൗകര്യ വികസനത്തിനും മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള സേവന മേഖലയ്ക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ.എം. മാത്യു സംസാരിച്ചു. ഭരണസമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങി സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ളവർ ബഡ്ജറ്റ് അവതരണത്തിൽ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ് ചക്രക്കൽ.